ഊണ് കഴിക്കാൻ കുടുംബസമേതം ഉച്ചയ്ക്ക് എത്തിയതാണ് ഇവിടെ. നമ്മളിരുന്ന ഹാളിൽ 2 മേശകളാണുള്ളത്. അതിലൊരു മേശയിൽ നമ്മൾ സ്ഥാനം പിടിച്ചു. രുചിയുള്ള നെയ്മീൻ തലയും ചോറും മരിച്ചിനിയും താറാവും പോത്തും പന്നിയും എല്ലാം കൂടി ചേർന്ന ഒരു അടിപൊളി ഊണ്. താറാവ് ഇഷ്ടപ്പെടുന്നത് ഉറപ്പായി ഇവിടെ വന്നാൽ കഴിക്കാൻ വിട്ടുപോരുത്. അത്രയ്ക്ക് ഞെരിപ്പാണ്. പോത്തും അടിപൊളി, നെയ്മീൻ തലയൊക്കെ ടോപ്പ് ക്ലാസ് ആണ്. എല്ലാം നല്ല രുചി. 8 പേർക്ക് ഇരിക്കാവുന്ന വലിയൊരു മേശയാണിത്. ഈ ഹാളിൽ തന്നെ കുറച്ചപ്പുറത്തായി 4 പേർക്ക് ഇരിക്കാവുന്ന ഒരു മേശയുണ്ട്. മീൻ ഫ്രൈ വേണ്ടവർക്ക് ഏതാണെന്ന് പറഞ്ഞാൽ മീനിൻ്റെ വലിപ്പമൊക്കെ നേരിട്ട് കണ്ട് വിലയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഓർഡർ ചെയ്യാം. പലതരത്തിലുള്ള പല വലിപ്പത്തിലുള്ള മീനുകളുണ്ട്. മീൻതലയും കക്കയും മരിച്ചിനിയും എല്ലാം തന്നെ ഇവിടെ കാണാവുന്നതാണ്. മീൻ ഫ്രൈ പറയാൻ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ അടുക്കള കാണാവുന്നതാണ്. പാചകം കഴിഞ്ഞ് എല്ലാം തന്നെ ഉരുളികളിൽ അടച്ച് വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. വീഡിയോ ദൃശ്യങ്ങൾക്കായി മാത്രം അടപ്പുകൾ നീക്കിയതാണ്. മുൻപ് പറഞ്ഞ ഹാൾ മാത്രമല്ല, ഇതല്ലാതെ വലിയൊരു ഹാൾ വേറെയുണ്ട്. വേറെയും പ്രത്യേകം മുറികളുണ്ട്. ഇതല്ലാതെ ഹട്ടുകളും പുറത്തൊരുക്കിയിട്ടുണ്ട്. എല്ലാം കൂടി 200 പേർക്ക് കൂടുതലായി ഇരിക്കാം. ഇത് പുഞ്ചക്കരിയിലെ പുഞ്ചക്കരി റെസ്റ്റോറൻറ്റ്. ഇവിടെ സമയം രാവിലെ 9 മണി മുതൽ രാത്രി 10 വരെയാണ്. 2002 ലാൽച്ചേട്ടൻ തുടങ്ങിയ സ്ഥാപനമാണിത്. ഇതിൻ്റെ വളരെ അടുത്ത് തന്നെ റോഡ് സൈഡിലായി ഇതിൻ്റെ തന്നെ ബ്രാഞ്ചായി കള്ളും ആഹാരവും കിട്ടുന്ന ഒരു കള്ള് ഷാപ്പും ഉണ്ട്. ആഹാരമെല്ലാം ആദ്യം കണ്ട റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ സമയം രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. ഓലമേഞ്ഞ് ഹട്ടുകളൊക്കെ നല്ല രീതിയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുടുംബമായി വരുന്നവർക്കും അല്ലാതെ കൂട്ടുകാരായി വരുന്നവർക്കും എല്ലാം സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അകത്ത് മാത്രമല്ല പുറത്തും വിശാലമായി സ്ഥലമുണ്ട്. ഇവിടെ പുഞ്ചക്കരയിൽ വരുന്ന വേളയിലോ തിരിച്ചു പോകുന്ന വേളയിലോ നല്ല നല്ല പ്രകൃതി ദൃശ്യങ്ങൾ കണ്ടുപോകാം. വിശാലമായ നീല ആകാശവും വയലും വരമ്പും കുന്നും കായലും കണ്ടൊക്കൊരു യാത്ര. പോകുന്ന വേളയിൽ കായൽ കാണാം. താറാവുകളും കൊക്കുകളും ഒക്കെ ഇവിടെ കാണാവുന്നതാണ്. ഇന്നത്തെ മൊബൈൽ യുഗത്തിൽ മൊബൈലിൽ മാത്രമല്ലാതെ പ്രകൃതിയെ നേരിട്ട് കണ്ടും മനസ്സിലാക്കിയ ഒരു യാത്ര. നഗര കാഴ്ചകൾക്കിടയിൽ നൊസ്റ്റാൾജി ഉണർത്തുന്ന പഴയകാലത്തെ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ചോളം മനസ്സിന് സന്തോഷം പകരുന്ന കാഴ്ചകളും കണ്ടൊരു യാത്ര. യാത്രയുടെ കൂട്ടത്തിൽ കിരീടം പാലവും ഒരു കാഴ്ചയും മുന്നിൽ വരും. നമ്മളെ സംബന്ധിച്ച് നല്ലൊരു യാത്രയും രുചിയും പകർന്നു തന്നൊരു അനുഭവം. അനന്തപുരിയിൽ വന്ന് മുമ്പ് പറഞ്ഞതുപോലെയുള്ള പലതരം ഭക്ഷണങ്ങൾ കഴിക്കാൻ തോന്നുമ്പോൾ ഓർമ്മ വരേണ്ട ഒരു പേരാണ് പുഞ്ചക്കരയിലെ പുഞ്ചക്കരി റെസ്റ്റോറൻറ്റും അവിടുത്തെ ഷാപ്പും.